സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ കവി, തിരക്കഥാകൃത്ത്, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ പുരസ്കാര ജേതാവാരാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അടുത്തത്, പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളുടെ എണ്ണം എത്രയായിട്ടാണ് കുറച്ചത്? പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളുടെ എണ്ണം എത്രയായിട്ടാണ് കുറച്ചത്? 11 ആയിട്ടാണ്. 11 ക്ഷേമനിധി ബോർഡുകൾ. സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിൽ വരുന്നതാണ് ക്ഷേമനിധി ബോർഡുകൾ. 16 എണ്ണമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതിനെയാണ് 11 ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് മേഖലയിലെ പ്രമുഖ പരിശീലകനും ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ വ്യക്തി ആരാണ്? 2025 ഏപ്രിലിൽ അന്തരിച്ചു. ഇന്ത്യൻ ഷൂട്ടിംഗ് താരമായിരുന്നു, അതുപോലെ പ്രമുഖ പരിശീലകനായിരുന്നു, ദ്രോണാചാര്യ അവാർഡ് ജേതാവ്. വ്യക്തി ആര് എന്നതാണ് ചോദ്യം. ഉത്തരം സണ്ണി തോമസ് ആണ്. സണ്ണി തോമസ്. അദ്ദേഹം 2025 ഏപ്രിൽ 30 അന്തരിച്ചു. ദ്രോണാചാര്യ അവാർഡ് ജേതാവാണ്. ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച വർഷം 2001 ആണ്. 2001 സണ്ണി തോമസിന് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ്. ഓർക്കണം, ഇന്ത്യൻ ഷൂട്ടിംഗ് മേഖലയിലെ പ്രമുഖ പരിശീലകൻ, ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ വ്യക്തി ആരാണ്? സണ്ണി തോമസ് ആണ്. ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച വർഷം 2001 ആണ്. അടുത്തത്, 2025 ആദ്യ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? 2025 പ്രഥമ അല്ലെങ്കിൽ ആദ്യത്തെ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ എം മുകുന്ദനാണ്. എം മുകുന്ദൻ. ഇനി കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? കുഞ്ചൻ ദിനം മെയ് 5 കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത്. മെയ് 5. ഇപ്പം 2025 ആദ്യ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എം മുകുന്ദനാണ്. മെയ് 5 പുരസ്കാരം സമ്മാനിച്ചത്. കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 5 എന്നത് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുകയും അത് സമൂഹത്തിൽ വ്യാപകമായി പ്രയോജനപ്പെടുത്താൻ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന പദ്ധതി ഏതാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിക്കാർക്ക്. ഉത്തരം K-DISC എന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുകയും അത് സമൂഹത്തിൽ വ്യാപകമായി പ്രയോജനപ്പെടുത്താൻ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന പദ്ധതിയാണ് K-DISC എന്നത്. K-DISC. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഏത് സർവകലാശാലയ്ക്കാണ്? കുസാറ്റിനാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. കുസാറ്റ്. 2025 ഏപ്രിലിൽ ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രോജക്റ്റ്. 2025 ഏപ്രിലിൽ ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രോജക്റ്റാണ് കൈപ്പർ എന്നത്. കൈപ്പർ പ്രോജക്റ്റ്. കൈപ്പർ വിക്ഷേപണ തീയതി ചോദിച്ചാൽ 2025 ഏപ്രിൽ 28 2025 ഏപ്രിൽ 28 പ്രോജക്റ്റ് കൈപ്പർ വിക്ഷേപിച്ചത്. ഇനി വിക്ഷേപണ റോക്കറ്റ് ഏതാണ്? ഏത് റോക്കറ്റിലാണ്? അറ്റ്ലസ് 5 ആണ്. അറ്റ്ലസ് 5.
ആദ്യത്തെ 27 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. 27 ഉപഗ്രഹങ്ങൾ. 2025 ഏപ്രിൽ 28 വിക്ഷേപണ തീയതി. അറ്റ്ലസ് 5 വിക്ഷേപിച്ചത്. 27 ഉപഗ്രഹങ്ങൾ. പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. 2025 ഏപ്രിലിൽ ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് പദ്ധതി പ്രഖ്യാപിച്ചത് എവിടെയാണ്? 2025 ഏപ്രിലിൽ ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് പദ്ധതി പ്രഖ്യാപിച്ചത് എവിടെയാണ്? അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തത് 2025 മെയ് 2 2025 മെയ് 2. പ്രത്യേകം നോട്ട് ചെയ്യുക. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് എന്നാണ്, കമ്മീഷൻ ചെയ്തത് എന്നാണ്? 2025 മെയ് 2. ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം തുറമുഖമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. കടൽ പോലൊരാൾ എന്ന പുസ്തകം രചിച്ചത്? പുസ്തകത്തിന്റെ പേര് കടൽ പോലൊരാൾ. രചിച്ചത് ആരാണ്? മുഷ്താഖ്. 1901 ശേഷം ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ്? 1901 ശേഷം ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷം 2024. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്കാണ്. മാധവ് നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശില് മാധവ് നാഷണൽ പാർക്കാണ് 58ാമത് ടൈഗർ റിസർവ്. ഇങ്ങനെ ചോദിക്കാം, മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്ക് എത്രാമത്തെ, ഇന്ത്യയിലെ എത്രാമത്തെ ടൈഗർ റിസർവ് ആണ് എന്ന് ചോദിക്കാം. എത്രാമത്തേതാണ്? 58ാമത്തേതാണ്. അതുപോലെ 58ാമത്തെ നാഷണൽ പാർക്കായ ടൈഗർ റിസർവായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശാണ്. അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക്? AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സംസ്ഥാനത്തെ ആദ്യ ബുക്ക് വെൻഡിംഗ് മെഷീൻ. സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. 144ാമത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന്റെ വേദി. 144ാമത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന്റെ വേദിയായത് ഗ്രീസാണ്. ഗ്രീസ്. ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യ ഭാഷയിലുള്ള ചാനൽ. ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യ ഭാഷയിലുള്ള ചാനലാണ് PM eവിദ്യ DTH എന്നത്. PM eവിദ്യ DTH. ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായിട്ട് ആരംഭിച്ച ആംഗ്യ ഭാഷയിലുള്ള ചാനലാണ് PM eവിദ്യ DTH. 2024 രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത്? രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനം കേരളം. ഏറ്റവും മികച്ച മറൈൻ ജില്ല കൊല്ലം. MP വീരേന്ദ്രകുമാർ സ്മാരക പ്രഥമ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് പാണ്ഡുരംഗ ഹെഡ്കെയാണ്. പാണ്ഡുരംഗ ഹെഡ്കെ. പ്രഥമ വീരേന്ദ്രകുമാർ സ്മാരക
ദേശീയ പുരസ്കാരത്തിന് അർഹനായത് പാണ്ഡുരംഗ ഹെഡ്ഗെയാണ്. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പാണ്ഡുരംഗ ഹെഡ്ഗെയാണ്. MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡ് എന്നാണ് ഒഫീഷ്യലായിട്ട് അറിയപ്പെടുന്നത്. അർഹനായത് പാണ്ഡുരംഗ ഹെഡ്ഗെ. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ട് പ്രേവോ ആണ്. റോബർട്ട് പ്രേവോ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ്. ഇനി അറിയപ്പെടുന്നത് ലിയോ 14 എന്നാകും. ആഗോള കത്തോലിക്ക സഭയുടെ എത്രാമത്തെ മാർപ്പാപ്പയാണ് ലിയോ 14 എന്ന് ചോദിച്ചാൽ 267ാമത്തെയാണ്. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് എന്നത് നോട്ട് ചെയ്യുക. ഫ്രഞ്ച് മരുന്ന് കമ്പനിയായ വൽനേവ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ ചിക്കൻ ഗുനിയ വാക്സിൻ. ഫ്രഞ്ച് മരുന്ന് കമ്പനി വൽനേവ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ ചിക്കൻ ഗുനിയ വാക്സിനാണ് ഇക്സ്ചിക് എന്നത്. ലോകത്തിലെ ആദ്യത്തെ ചിക്കൻ ഗുനിയ വാക്സിനായ ഇക്സ്ചിക് വികസിപ്പിച്ച ഫ്രഞ്ച് കമ്പനി ഏത് എന്ന് ചോദിച്ചാൽ വൽനേവയാണ്. പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളെ ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പുതിയ നയം. പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളെ ഏകീകരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പുതിയ നയമാണ് ഒരു സംസ്ഥാനം ഒരു പ്രാദേശിക ഗ്രാമീണ ബാങ്ക് എന്നത്. 1 സ്റ്റേറ്റ് 1 RRB. ഒരു സംസ്ഥാനം ഒരു പ്രാദേശിക ഗ്രാമീണ ബാങ്ക്. 2025 ബ്രസീലിൽ നടന്ന ലോക ബോക്സിംഗ് കപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഹിതേഷ് ഗുലിയയാണ്. 2025 എവിടെ വെച്ചാണ് നടന്നത്? ഏത് രാജ്യത്ത് വെച്ചാണ്? ബ്രസീലിൽ ലോക ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഹിതേഷ് ഗുലിയ. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരം. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ് എന്നത്. ഇതിന്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് പുരസ്കാരം ലഭിച്ചത്. ഇംഗ്ലീഷ് വിവർത്തനം നടത്തിയത് ദീപ ബാസ്തിയാണ്. ബാനു മുഷ്താഖ് കന്നഡ സാഹിത്യകാരിയാണ്. പിന്നെ നാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരം ഏത് എന്ന് ചോദിച്ചാൽ ഹാർട്ട് ലാമ്പ് ആണ്. ഇതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ദീപ ബാസ്തിയാണ്. കന്നഡ സാഹിത്യകാരിയാണ് എന്നത് പ്രത്യേകം ഓർക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് നൽകിയ പേര് പഹൽഗാം. ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്നാണ് 2025 ഏപ്രിൽ 22 ഏപ്രിൽ 22. ഡോക്ടർ ഭീം റാവു അംബേദ്കർ അഭയരൺ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? വന്യജീവി സങ്കേതത്തിന്റെ പേരെന്താണ്? ഡോക്ടർ ഭീം റാവു അംബേദ്കർ അഭയരൺ. മധ്യപ്രദേശ്. ഡോക്ടർ ഭീം റാവു അംബേദ്കർ അഭയരൺ എന്നതാണ് വന്യജീവി സങ്കേതത്തിന്റെ പേര്. പുതുതായിട്ട് പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതമാണ്. ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം നിളയാണ്. ഉപഗ്രഹത്തിന്റെ പേര് നിള. ഇത് വികസിപ്പിച്ചത് ടെക്നോപാർക്ക് ആസ്ഥാനമായുള്ള ഹെക്സ് 20 എന്ന കമ്പനിയാണ് നിള വികസിപ്പിച്ചത്. ബഹിരാകാശ ദൗത്യങ്ങൾക്കായി വിക്രം 3201, കൽപ്പന 3201 എന്നീ അതിവേഗ മൈക്രോ പ്രോസസ്സറുകൾ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം. അതിവേഗ മൈക്രോ പ്രോസസ്സറുകളുടെ പേരാണ് വിക്രം 3201 എന്നതും കൽപ്പന 3201 എന്നതും. വികസിപ്പിച്ചെടുത്തത് ISRO. 2027 നടക്കാനിരിക്കുന്ന പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2027 നടക്കാനിരിക്കുന്ന പ്രഥമ ബിംസ്റ്റെക്
ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയാണ്. അപ്പോൾ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. 2025 ലോക കരൾ ദിനത്തിന്റെ പ്രമേയം. 2025 ലോക കരൾ ദിനത്തിന്റെ പ്രമേയം ഫുഡ് ഈസ് മെഡിസിൻ എന്നതാണ്. ഫുഡ് ഈസ് മെഡിസിൻ എന്നതാണ് 2025 ലോക കരൾ ദിനത്തിന്റെ പ്രമേയം. ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 19 ഏപ്രിൽ 19 ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത്. 2025 ലോക കരൾ ദിനത്തിന്റെ പ്രമേയമാണ് ഫുഡ് ഈസ് മെഡിസിൻ എന്നത്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ശ്രീമദ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം. 2024 ഭാരത് രത്ന ലഭിച്ച ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥന് 2024 ഭാരത് രത്ന ലഭിച്ചു. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം ജപ്പാനാണ്. ജപ്പാൻ. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്ക് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡ് ആൻഡ് ജെഫ്രി ഹിൻഡൻ. ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവരാണ് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്ക് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം ആഗോളമായ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ്. ആഗോളമായി പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി. 2026 ഫിഫ ലോകകപ്പ്, ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് 3 രാജ്യങ്ങളിലായിട്ടാണ്. കാനഡ, മെക്സിക്കോ, USA. കാനഡ, മെക്സിക്കോ, USA. 2025 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി. ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നതാണ് 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7 ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ. ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി, ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നതാണ് 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. അടുത്ത ചോദ്യം, പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത്. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ഏപ്രിൽ 21. 2025 ഏപ്രിൽ 21. അടുത്തിടെ അന്തരിച്ച 2025 പത്മവിഭൂഷൺ ജേതാവും കഥക് നൃത്തലോകത്ത് മായാജാലം സൃഷ്ടിച്ച നർത്തകിയുമായ വ്യക്തി കുമുദിനി ലാഘിയയാണ്. കുമുദിനി ലാഘിയ 2025 പത്മവിഭൂഷൺ ജേതാവ് കുമുദിനി ലാഘിയ. കഥക് നൃത്തലോകത്ത് മായാജാലം സൃഷ്ടിച്ച നർത്തകി കുമുദിനി ലാഘിയ. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നുമാണ് റാഫേൽ M യുദ്ധവിമാനങ്ങൾ വാങ്ങിയത്? റാഫേൽ M ഫ്രാൻസിൽ നിന്നുമാണ്. ഫ്രാൻസ്. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശിയാണ്. വൈഭവ് സൂര്യവംശി. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ. റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങളാണ് രാജസ്ഥാനിലെ ഉദയ്പൂർ, മധ്യപ്രദേശിലെ ഇൻഡോർ എന്നിവ. രാജസ്ഥാനിലെ ഉദയ്പൂർ, മധ്യപ്രദേശിലെ ഇൻഡോർ.
2025 വേൾഡ് ബുക്ക് ക്യാപിറ്റലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നഗരം റിയോ ഡി ജനീറോയാണ്. ബ്രസീലിൽ റിയോ ഡി ജനീറോയാണ് 2025 വേൾഡ് ബുക്ക് ക്യാപിറ്റലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. GI ടാഗ് ലഭിച്ച കത്തിയ ഗഹു എന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനത്താണ്? കത്തിയ ഗഹു ഗോതമ്പിനമാണ്, ഉത്തർപ്രദേശിലാണ്. ദുരം ഗോതമ്പ് എന്നും അറിയപ്പെടുന്നു. GI ടാഗ് ലഭിച്ച കത്തിയ ഗഹു എന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. മറ്റൊരു പേരാണ് ദുരം ഗോതമ്പ്. 2025 കബഡി ലോകകപ്പ് വനിതാ വിഭാഗം കിരീടം നേടിയത്? 2025 കബഡി ലോകകപ്പ് വനിതാ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യയാണ്. കേരളത്തിലെ ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ KK കൊച്ചിൻ്റെ ആത്മകഥയാണ് ദളിതൻ എന്നത്. കേരളത്തിലെ ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ KK കൊച്ചിൻ്റെ ആത്മകഥയാണ് ദളിതൻ. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനായുള്ള സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനായിട്ടുള്ള സ്മാരകം നിലവിൽ വരുന്നത് രാജ്ഘട്ടിലെ രാഷ്ട്രീയ സ്മൃതി സ്ഥൽ. രാജ്ഘട്ടിലെ രാഷ്ട്രീയ സ്മൃതി സ്ഥൽ. വടക്കേ ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ഗോരഖ്പൂരാണ്. ഹരിയാനയിലെ ഗോരഖ്പൂരിലാണ് വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നിബാൺ. റോക്കറ്റിൻ്റെ പേര് അഗ്നിബാൺ. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നിബാൺ. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പട്താബേട്ട് ഏത് സംസ്ഥാനത്താണ്? സ്ഥലത്തിൻ്റെ പേര് പട്താബേട്ട്. ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. അപ്പോൾ ഗുജറാത്തിൽ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് കേരള സർവകലാശാലയിലെ ഗവേഷകരാണ്. സ്ഥലത്തിൻ്റെ പേര് പട്താബേട്ട്. പട്താബേട്ട് ഗുജറാത്തിലാണ്. ഏത് സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് കണ്ടെത്തിയത്? ഹരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് കണ്ടെത്തിയത്. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം ഏതാണ്? പോളോ പോണി കുതിരകൾ മണിപ്പൂരാണ്. മണിപ്പൂർ. പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളാണ് പോളോ പോണി കുതിരകൾ. 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരെയെന്ന് ചോദിച്ചാൽ രഘുനന്ദൻ കമ്മത്താണ്. രഘുനന്ദൻ കമ്മത്ത്. നാച്ചുറൽസ് ഐസ്ക്രീമിൻ്റെ സ്ഥാപകനാണ് രഘുനന്ദൻ കമ്മത്ത്. അദ്ദേഹം 2024 അന്തരിച്ചു. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. യുണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം. യുണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡർ കരീന കപൂറാണ്. യുണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ടത് കരീന കപൂർ. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന് നൽകിയ പേര്. അന്റാർട്ടിക്കയിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ പോകുന്നുള്ളൂ. പേര് മൈത്രി 2 എന്നതാണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നിവ. ആദ്യത്തേതാണ് ദക്ഷിണ ഗംഗോത്രി, രണ്ടാമത്തേത് മൈത്രി, മൂന്നാമത്തേത് ഭാരതി, നാലാമത്തേത് സ്ഥാപിക്കാൻ പോകുന്നതിനിരിക്കുന്ന പേരാണ് മൈത്രി 2 എന്നത്. അടുത്തത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39. ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം 39, ഒന്നാം സ്ഥാനം അമേരിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ ആളില്ലാ ബോംബർ വിമാനമാണ് FWD-200 എന്നത്. FWD-200. ഇന്ത്യയിലെ ആദ്യ വെർച്വൽ കാർഡ് പുറത്തിറക്കിയ ബാങ്ക്. പിക്സൽ. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ കാർഡ് പുറത്തിറക്കിയ ബാങ്ക് HDFC ബാങ്കാണ്. HDFC ബാങ്ക്.
സൗരോർജ ഉൽപാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായിട്ട് മാറിയത് ചൈനയാണ്. ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. സൗരോർജ ഉൽപാദനത്തിൽ ലോകത്തിലെ ഒന്നാം രാജ്യം ചൈന, ഇന്ത്യയുടേത് 3ാം സ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പുനെയിലാണ്. പുനെ. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ PV സിന്ധു ആണ്. PV സിന്ധു. 18ാമത് ലോകസഭയിലെ പ്രോ ടൈം സ്പീക്കറായിട്ട് നിയമിതനായത് ഭർതൃഹരി മെഹ്താബ് ആണ്. ഭർതൃഹരി മെഹ്താബ്. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയം ഏതാണ്? ഗുജറാത്തിലെ മ്യൂസിയം സ്മൃതി ഭവനാണ്. സ്മൃതി ഭവൻ. ഭുജ് ഭൂകമ്പത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച മ്യൂസിയമാണ് സ്മൃതി ഭവൻ. സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് സ്മൃതി ഭവൻ. സ്മൃതി ഭവൻ ഭുജ് ഭൂകമ്പത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച മ്യൂസിയമാണ്. സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ. ഇ-ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി. ഇ-ഫ്ലോ ഗംഗാ നദിയാണ്. ഗംഗാ നദി. ടിസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം. ഏത് നദിയാണ്? ടീസ്റ്റ നദി. ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് ആര്? നിർമ്മല സീതാരാമൻ. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടൊരു ചോദ്യമുണ്ട്. നിർമ്മല സീതാരാമൻ എത്ര ബജറ്റുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. റോസരിറ്റ എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? റോസരിറ്റ എന്ന നോവലിൻ്റെ രചയിതാവ് അനിത ദേശായി ആണ്. അനിത ദേശായി. കുംഫി ഉദയ് ഏത് വിളയുടെ സങ്കരയിനമാണ്? കുംഫി ഉദയ് ഉരുളക്കിഴങ്ങിൻ്റെ സങ്കരയിനമാണ് കുംഫി ഉദയ്. കുംഫി ഉദയ് ഉരുളക്കിഴങ്ങിൻ്റെ സങ്കരയിനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പറാണ് 1933 എന്നത്. 1933. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളവും ഉത്തരാഖണ്ഡുമാണ്. കേരളം, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1. 2024 ജൂലൈ 1 ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത്. 2024 യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2024 യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യ. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി. ഏകീകൃത പെൻഷൻ പദ്ധതി. UPS ഏകീകൃത പെൻഷൻ പദ്ധതി. 2025 ഏപ്രിൽ 1 പദ്ധതി ആരംഭിച്ചത്. ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1 വിക്ഷേപിച്ച രാജ്യം. പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റാണ് റൂമി 1 വിക്ഷേപിച്ചത് ഇന്ത്യയാണ്. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ഓഗസ്റ്റ് 23. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥ. എ പാഷൻ ഫോർ ഡാൻസ്. എ പാഷൻ ഫോർ ഡാൻസ് എന്നത് ആരുടെ ആത്മകഥയാണ്? യാമിനി കൃഷ്ണമൂർത്തി.
ISRO നാസ സംയുക്ത സംരംഭമായ ആക്സിയം മിഷൻ 4ന്റെ ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയാണ്. ശുഭാംശു ശുക്ല. ആക്സിയം മിഷൻ 4. ശുഭാംശു ശുക്ല. 2 വർഷത്തിനകം കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പിന്റെ പദ്ധതിയാണ് 1-0 എന്നത്. പദ്ധതിയുടെ പേര് 1-0. കേന്ദ്ര ഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര്. കേന്ദ്ര ഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം എന്നത്. ശ്രീ വിജയപുരം. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത്? ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത് ചെന്നൈയിലാണ്. ചെന്നൈ. 2024 ഡെങ്കിപ്പനിയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം. ഡെങ്കിപ്പനിയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത് കർണാടകയാണ്. കർണാടക. കോളറയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ. എന്തിനെ പ്രതിരോധിക്കുന്നതിനായിട്ടാണ് കോളറയെ വികസിപ്പിച്ചത്? ഭാരത് ബയോടെക്. ഹിൽകോൺ. വാക്സിൻ്റെ പേരെന്താണ്? ഹിൽകോൺ. ഓറൽ വാക്സിൻ ആണ്. സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത്. അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണ്? മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ് എന്നീ ഭാഷകൾക്കാണ് അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ഇപ്പോൾ നിലവിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം 11. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ എന്ന ബഹുമതി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം. സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ എന്ന ബഹുമതി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ കാങ്. സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഹാൻ കാങ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് കാരിച്ചാൽ ചുണ്ടനാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത്. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായ കേരളത്തിലെ സ്ഥലങ്ങളാണ് കടലുണ്ടിയും കുമരകവും. കടലുണ്ടി, കുമരകം. ഭാരതത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം. ഭാരതത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം കുറ്റിച്ചൽ. ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാത്രക എന്ന പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം. പ്രതിമയുടെ പേര് മാത്രക. കാൺപൂരാണ്. ഉത്തർപ്രദേശിലെ കാൺപൂർ. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ്. മനുഷ്യനെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് സമുദ്രയാൻ പദ്ധതി. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി NIOT. ലോകത്തിൽ ആദ്യമായിട്ട് മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം. മണലിൽ നിർമ്മിച്ച ബാറ്ററി ഫിൻലാൻഡാണ്. ഫിൻലാൻഡ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? SK വസന്തനാണ്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിന്റെ സ്പെഡെക്സിന്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ചേസറും ടാർജറ്റുമാണ്. ചേസർ, ടാർജറ്റ്. SDX-01 ചേസർ, SDX-02 ടാർജറ്റ്. SDX-01 ആൻഡ് SDX-02. അവസാനത്തെ ചോദ്യം, ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം.
സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.